നമസ്കാരം. തമിഴ്നാട് മുഖ്യമന്ത്രിയും തമിഴക വെട്രിക്കഴകം അധ്യക്ഷനുമായ വിജയ് തിരുച്ചിറപ്പള്ളി ഈസ്റ്റ് നിയമസഭാ മണ്ഡലത്തിൽ നിന്നും രാജിവെച്ചു. സത്യപ്രതിജ്ഞയ്ക്ക് പിന്നാലെയാണ് അദ്ദേഹം തന്റെ രാജി സമർപ്പിച്ചത്. നേരത്തെ തമിഴ്നാടിന്റെ 13ാം മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത വിജയ് താൻ മത്സരിച്ച് ജയിച്ച 2 സീറ്റുകളിൽ പെരമ്പൂർ നിലനിർത്താനും തിരുച്ചി ഈസ്റ്റ് ഒഴിയാനും തീരുമാനിക്കുകയായിരുന്നു. ഇതോടെ ഈ മണ്ഡലത്തിൽ ഒരു ഉപതെരഞ്ഞെടുപ്പിന് വഴിയൊരുങ്ങിയിരിക്കുകയാണ്. തിരുച്ചിറപ്പള്ളി ഈസ്റ്റ് മണ്ഡലത്തേക്കാൾ ഏകദേശം ഇരട്ടി ഭൂരിപക്ഷത്തിൽ വിജയിച്ചതിനാലും സെക്രട്ടേറിയറ്റിനോട് കൂടുതൽ അടുത്തായതിനാലുമാണ് പെരുമ്പൂർ മണ്ഡലം വിജയ് നിലനിർത്തിയിരിക്കുന്നത്. തിരുച്ചിറപ്പള്ളി ഈസ്റ്റ് സീറ്റിൽ മത്സരിക്കാനായി തൃഷ കൃഷ്ണനെ പ്രേരിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് വിജയും TVK നേതാക്കളും. എന്നാൽ രാഷ്ട്രീയ പശ്ചാത്തലമില്ലാത്തതിനാൽ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാൻ തൃഷയ്ക്ക് വലിയ താല്പര്യമില്ലെന്നാണ് റിപ്പോർട്ടുകൾ. വിജയുമായിട്ടുള്ള അടുത്ത സൗഹൃദവും വിജയാഘോഷവേളയിലും സത്യപ്രതിജ്ഞാ ചടങ്ങിലും താരം പങ്കെടുത്തതും തൃഷ TVKയുടെ സ്റ്റാർ സ്ഥാനാർത്ഥിയായേക്കുമെന്ന ചർച്ചകൾക്ക് ആക്കം കൂട്ടിയിട്ടുണ്ട്. തൃഷ മത്സരിക്കുമെന്ന കാര്യത്തിൽ താരത്തിന്റെ ഭാഗത്തു നിന്നോ TVKയുടെ ഭാഗത്തു നിന്നോ ഇതുവരെ ഔദ്യോഗിക സ്ഥിരീകരണമൊന്നും ഉണ്ടായിട്ടില്ല. തൃഷ സമ്മതം മൂളുകയാണെങ്കിൽ വിജയ് ഒഴിഞ്ഞ തിരുച്ചിറപ്പള്ളി ഈസ്റ്റ് സീറ്റിൽ തന്നെയാകും അവർ ജനവിധി തേടാൻ സാധ്യത. അങ്ങനെ വന്നാൽ ആ ഉപതെരഞ്ഞെടുപ്പ് അതീവ ശ്രദ്ധേയമായ ഒരു പോരാട്ടമായി മാറും. വിജയും തൃഷയും തമ്മിലുള്ള ഓൺ സ്ക്രീൻ ജോഡി രാഷ്ട്രീയത്തിലും വിജയിക്കുമോ എന്ന് തീരുമാനിക്കേണ്ടത് അവിടുത്തെ വോട്ടർമാരായിരിക്കും. ഉപതെരഞ്ഞെടുപ്പിനുള്ള TVKയുടെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വരുമ്പോൾ മാത്രമേ തൃഷ രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കുമോ അതോ വിജയുടെ വെറുമൊരു അടുത്ത സുഹൃത്തായും സഹതാരമായി തുടരുമോ എന്ന കാര്യത്തിൽ വ്യക്തത ലഭിക്കൂ. ചെന്നൈ ജവഹർലാൽ നെഹ്റു ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്ന ചടങ്ങിലായിരുന്നു വിജയുടെ സത്യപ്രതിജ്ഞ. തുടർന്ന് ചരിത്രപ്രസിദ്ധമായ ഫോർട്ട് സെന്റ് ജോർജ് കോംപ്ലക്സിലെ സെക്രട്ടേറിയറ്റിലെത്തി അദ്ദേഹം ഔദ്യോഗികമായി ചുമതലയേറ്റു. സത്യപ്രതിജ്ഞാ ചടങ്ങിന് ശേഷം നടന്ന വൻ പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് തന്റെ സർക്കാർ തമിഴ്നാട്ടിൽ യഥാർത്ഥ മതേതരത്വത്തിന്റെയും സാമൂഹ്യ നീതിയുടെയും യുഗത്തിന് തുടക്കം കുറിക്കുമെന്ന് വിജയ് പ്രഖ്യാപിച്ചു. വിജയുടെ പ്രസംഗത്തിലെ ചില ഭാഗങ്ങൾ ഇങ്ങനെയാണ്: സാധാരണക്കാരുടെ മനസ്സും അവരുടെ ജീവിതവും എങ്ങനെയുള്ളതാണെന്ന് എനിക്ക് നന്നായി അറിയാം. ഒരു സാധാരണ അസിസ്റ്റന്റ് ഡയറക്ടറുടെ മകനായിട്ടാണ് ഞാൻ ജനിച്ചത്. ഞാനൊരു രാജകുടുംബത്തിൽ നിന്നല്ല വരുന്നത്. നിങ്ങളുടെ മകനായും സഹോദരനായും മാത്രമാണ് ഞാൻ എന്നെ കാണുന്നത്. നിങ്ങൾ എന്നെ അങ്ങനെ കണ്ടതുകൊണ്ടാണ് സിനിമയിൽ എനിക്ക് ഇത്രയും വലിയൊരു സ്ഥാനം നൽകിയത്. ഇപ്പോൾ അതെല്ലാം പിന്നിൽ ഉപേക്ഷിച്ച് നിങ്ങളോടുള്ള കടപ്പാട് വീട്ടാനാണ് ഞാൻ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയത്. ഞങ്ങൾ നിനക്കൊപ്പമുണ്ട് വിജയ്, ബാക്കി കാര്യങ്ങൾ ഞങ്ങൾ നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞ് അത്രമേൽ സ്നേഹത്തോടെയാണ് നിങ്ങൾ എന്നെ സ്വീകരിച്ചത്. ഈ യാത്രയിലുടനീളം എനിക്ക് നിരവധി കഷ്ടപ്പാടുകളും അപമാനങ്ങളും നേരിടേണ്ടി വന്നിട്ടുണ്ട്. എനിക്ക് വേണ്ടി നിങ്ങളും ഒരുപാട് കളിയാക്കലുകളും ബുദ്ധിമുട്ടലുകളും സഹിച്ചു. എൻ്റെ വേദന സ്വന്തം വേദനയായി കണ്ട് നിങ്ങൾ എനിക്കൊപ്പം ഉറച്ചു നിന്നു. ഇന്ന് ജോസഫ് വിജയ് എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യാൻ എനിക്ക് സാധിച്ചത് നിങ്ങളുടെ പിന്തുണ കൊണ്ടാണ്. എന്ത് പറയണമെന്ന് എനിക്ക് സത്യത്തിൽ അറിയില്ല എന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. താൽക്കാലിക ലാഭത്തിനു വേണ്ടി നടപ്പിലാക്കാൻ കഴിയാത്ത വാഗ്ദാനങ്ങൾ നൽകില്ലെന്നും വിജയ് വ്യക്തമാക്കി. പ്രിയപ്പെട്ട ജനങ്ങളെ, എൻ്റെ കുടുംബാംഗങ്ങളെ, ഞാനൊരു ദൈവദൂതനോ പ്രവാചകനോ ഒന്നുമല്ല. നിങ്ങളെപ്പോലെ സാധാരണ ജീവിതം നയിക്കുന്ന ഒരാളാണ്. അസാധ്യമായ വാഗ്ദാനങ്ങൾ നൽകി ഞാൻ നിങ്ങളെ വഞ്ചിക്കില്ല. എന്ത് സാധിക്കുമോ അത് മാത്രമേ ഞാൻ ഉറപ്പ് നൽകൂ. കോടിക്കണക്കിന് ആളുകൾ എനിക്കൊപ്പം നിൽക്കുമ്പോൾ ഏത് പ്രതിസന്ധിയെ നേരിടാനുള്ള ആത്മവിശ്വാസം എനിക്കുണ്ടെന്നും വിജയ് പറഞ്ഞു. 2024 മാത്രമാണ് TVK ഔദ്യോഗികമായി രൂപീകരിച്ചതെങ്കിലും സിനിമകളിലൂടെയും സാമൂഹ്യ പ്രവർത്തനങ്ങളിലൂടെയും വിജയ് ദീർഘകാലമായി രാഷ്ട്രീയ മാറ്റങ്ങളെക്കുറിച്ച് സംസാരിച്ചിരുന്നു. അഴിമതി, മയക്കുമരുന്ന് മാഫിയ, സാമൂഹിക അസമത്വം എന്നിവയ്ക്കെതിരെ അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾ ശബ്ദമുയർത്തിയിരുന്നു. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പെരമ്പൂർ, തിരുച്ചി ഈസ്റ്റ് എന്നീ 2 മണ്ഡലങ്ങളിൽ നിന്ന് മത്സരിച്ച വിജയ് 2ഇടത്തും മികച്ച വിജയം നേടിയിരുന്നു.